സ്വാമിയേ ശരണമയ്യപ്പ. വൃശ്ചികപ്പുലരി പിറന്നു കഴിഞ്ഞാൽ പിന്നെ ശബരീശ ശരണം വിളികളുടെ നാളുകളായി. ശബരിഗിരീശനെ കാണാൻ വ്രതം നോറ്റ് മാലയിട്ട് ഇരുമുടിക്കെട്ടുമെന്ന് പോകുന്ന അയ്യപ്പ ഭക്തരുടെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, തങ്ങളുടെ സ്വാമിയെ ഒരു നോക്ക് കാണുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം. ആ പ്രാർത്ഥനയോടെ നടന്നു പോകുന്ന അയ്യപ്പ ഭക്തന്മാർ, കാനനപാതയിലൂടെ പരമ്പരാഗത പാതയിലൂടെ സഞ്ചരിക്കുന്ന അയ്യപ്പ ഭക്തന്മാർ, അവരുടെ ചില പുണ്യദർശന കേന്ദ്രങ്ങളിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. മഹിഷി നിഗ്രഹത്തിനായി എത്തിയ മണികണ്ഠസ്വാമി തന്റെ ഉദ്യമം നിർവഹിച്ചതിന് ശേഷം എരുമേലിയിൽ ആനന്ദ നൃത്തമാടിയതിനെ സൂചിപ്പിക്കാനാണ് പേട്ടതുള്ളൽ നടത്തുന്നതെന്നാണ് ഭക്തജന വിശ്വാസം. ആ പേട്ടതുള്ളൽ അയ്യപ്പനും കൂട്ടരും നടത്തിയ ആനന്ദ നൃത്തം, ആനന്ദ നടനം തന്റെ പിതാവായ പരമശിവൻ തന്റെ വാഹനമായ നന്ദികേശ്വരനെ കെട്ടിയിട്ട കാഴ്ച കണ്ട ആ പുണ്യഭൂമിയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അതെ, കാളകെട്ടിയിലേക്കാണ് നമ്മളുടെ ഇപ്പോഴത്തെ സഞ്ചാരം. ശബരിമലയിലേക്കുള്ള പരമ്പരാഗത പാത എന്നറിയപ്പെടുന്ന എരുമേലി പമ്പ കാനനപാതയിലെ ഒരു ഇടത്താവളമാണ് കാളകെട്ടി. എരുമേലിയിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ അകലെയായി വനത്തിലാണ് കാളകെട്ടി സ്ഥിതി ചെയ്യുന്നത്. ശബരിമലയ്ക്ക് കാനനമാർഗം പോകുന്ന ഭക്തന്മാർക്ക് വിരിവെക്കുന്നതിനും ശുദ്ധജലം ശേഖരിക്കുന്നതിനും വേണ്ട സൗകര്യങ്ങൾ ഇവിടെയുള്ള ശിവക്ഷേത്രത്തിൽ ഒരുക്കാറുണ്ട്. എരുമേലിയിൽ മഹിഷി നിഗ്രഹത്തിനു ശേഷം ശബരിമലയിലേക്ക് പുറപ്പെട്ട അയ്യപ്പ ഭഗവാനെയും കാത്ത് ഭഗവാൻ പരമശിവനും പാർവതീ ദേവിയും ഇവിടെ ഉണ്ടായിരുന്ന ഒരു ആഞ്ഞിലിമരത്തിനരികെ കാത്തുനിന്നുവെന്നാണ് ഐതിഹ്യം പറയുന്നത്. നിലവിലെ കാളകെട്ടി ക്ഷേത്രത്തിന് സമീപമാണ് കാലപ്പഴക്കമുള്ള ഈ ആഞ്ഞിലിമരം നിലനിന്നിരുന്നത്. പരമശിവന്റെ വാഹനമായ നന്ദിയെ ഈ ആഞ്ഞിലിമരത്തിൽ കെട്ടി എന്ന വിശ്വാസത്താൽ ഭക്തജനങ്ങൾ ഈ മരത്തെ ഒരു പുണ്യവൃക്ഷമായി കരുതി പോന്നിരുന്നു. ഈ സ്ഥലത്തിന് കാളകെട്ടി എന്ന് പേര് വീഴാൻ ഇടയായതും ഇങ്ങനെയെന്ന് ഈ പ്രദേശത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നു. പിന്നീട് കാളകെട്ടിയിലെ ആഞ്ഞിലിമരത്തിനടുത്ത് പന്തള രാജാവ് ഒരു ശിവക്ഷേത്രം പണി കഴിപ്പിക്കുകയും ചെയ്തു. ഈ മരത്തിന് ഒരു തറ കെട്ടി സംരക്ഷിക്കുകയും അന്ന് ചെയ്തിരുന്നു. ഇവിടെ ധാരാളം അയ്യപ്പ ഭക്തന്മാർ യാത്രാമധ്യേ വിരിവെക്കാറുണ്ട്. ശബരിമലയിലേക്കുള്ള യാത്രയിൽ കാളകെട്ടി ഭക്തരുടെ ഒരു ആശ്രയവും അഭയസ്ഥാനവുമാണ്. ഇവിടെയുള്ള ജഗത് മാതാപിതാക്കളായ ഭഗവാൻ പരമശിവനും പാർവതീ ദേവിയും ഭക്തന്മാരുടെ കാനനയാത്രയിൽ എല്ലാവിധ ആശസ്സുകളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ.